മക്കളെ, നമുക്ക് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഒന്നാമത് വരുന്ന കവിതയാണ് നീലി ചിടിയ. നീലി ചിടിയ എന്ന കവിത ഹരിവംശറായ് ബച്ചൻ്റെ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വായിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെയൊക്കെ മീനിങ് പറഞ്ഞിട്ട് വിശദമായിട്ട് ക്ലാസ് എടുക്കാം. പിന്നീട് അതിൻ്റെ മീനിങ് മാത്രമായിട്ട് തരാം, പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ, പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, അങ്ങനെ പോകാം. ഓക്കെ, അപ്പോൾ ഹിന്ദി വിന്നർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇത് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നീലേ ഇനിയും വായിക്കാൻ അറിയാത്ത മക്കളുണ്ടോ? ചിഹ്നങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചിഹ്നങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വായന എന്താ പറയുക, 20 days ചലഞ്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിക്കാൻ പറ്റും. അപ്പോൾ നോക്കാം. നീ പിന്നല്ലേ നീലേ ആസ്മാൻ, നീലേ ആസ്മാൻ. സേ ഉദരി. ഇല്ല, നമുക്കത് ഒന്നിച്ച് വായിക്കാം. നീലേ ആസ്മാൻ സേ ഉദരി, നീലേ ആസ്മാൻ സേ ഉദരി. നീലി ഏക്ക് നിരാലി. നീലി ഏക്ക് നിരാലി. ചിടിയ നീലി ഏക്ക് നിരാലി ചിടിയ. ഇനി നമുക്ക് ഈ 2 ലൈനും കൂടെ വായിച്ചു നോക്കാം. നീലേ ആസ്മാൻ സേ ഉദരി, നീലി ഏക്ക് നിരാലി ചിടിയ. അടുത്തത് നോക്കാം. ഗാത്തി ഉടുത്തെ, ഗാ പിന്നെ തീയാണ് ഗാത്തി. ഉടനെ. വാലി. ചിടിയ. ഗാത്തി ഉടനെ വാലി ചിടിയ. ഉടുത്തി. ഗാനെ. വാലി. ചിടിയ. ഉടുത്തി, ഗാനെ, വാലി, ചിടിയ. ഈ 2 ലൈനും ഒന്നും കൂടെ നോക്കാം. ലാസ്റ്റത്തെ 2 ലൈൻ. ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. ഓക്കെ, ഇനി നമുക്ക് ഈ 4 ലൈനും ഈ തന്നിരിക്കുന്ന ഈ 4 ലൈനും ഒന്നിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നീലേ ആസ്മാൻ സേ ഉദരി, നീലി ഏക്ക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. നീലേ ആസ്മാൻ സേ ഉദരി, നീലി ഏക്ക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. ഇനി അടുത്ത നോക്കാം. ഈ പിന്നെ സായാണ് ഇസ്. ഫുനഗി സേ ഉസ്. ഫുനഗി പർ, നേരത്തെ നമ്മളിവിടെ ഫുനഗി എന്ന് വായിച്ചതാണല്ലേ. ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ, ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ, ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ. ഉടുക്കർ. ജാനെ. വാലി. ചിടിയ. ഉടുക്കർ ജാനെ വാലി ചിടിയ. ഇൻ പത്തോ മേം. ഇൻ പത്തോ മേം. ഉൻ പത്തോ മേം. ചിപ്കർ. ഗാനെ. വാലി. ചിടിയ. ചിപ്കർ ഗാനെ വാലി ചിടിയ. ഇനി ഈ 4 ലൈന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ, ഉടുക്കർ ജാനെ വാലി ചിടിയ, ഇൻ പത്തോ മേം ഉൻ പത്തോ മേം, ചിപ്കർ ഗാനെ വാലി ചിടിയ. ഒന്നുകൂടെ നോക്കാം.
इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में चिपकर गाने वाली चिड़िया. ഇനി അടുത്തത് നോക്കാം. पर ഫഡക്കാക്കർ. അപ്പൊ ഫഡ്കാക്കർ, പർ ഫഡ്കാക്കർ. പർ പറഞ്ഞ പങ്കാണ് കേട്ടോ, ചിറക്. पर फडकाकर नीचे आकर, नीचे नीचे, आकर आकर, नीचे आकर. दाना दाना, गाने गाने, वाली वाली, चिड़िया चिड़िया. ഇനി രണ്ട് ലൈൻ നോക്കാം. पर फडकाकर नीचे आकर दाना गाने वाली चिड़िया. पर फडकाकर नीचे आकर दाना गाना वाली चिड़िया. ഇനി അടുത്ത നോക്കാം. दाന दाന, गाकर गाकर, पर फडकाकर. നേരത്തെ നമ്മളിവിടെ പഠിച്ചതല്ലേ ഫഡ്കാക്കർ. दाന गाकर पर फडकाकर. झड झड झड, उड़ उड़, झड उड़. जाने जाने वाली वाली चिड़िया, जाने वाली चिड़िया. दाना गाकर पर फडकाकर, जड़ जड़ उड़ जाने वाली चिड़िया. ഓക്കെ, ഇനി താഴോട്ട് നമുക്ക് എത്ര ലൈൻ ഉണ്ടോ നോക്കാം. 1 2 എന്നാണുള്ളത്. ഇതൊന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് താഴെയുള്ള നോക്കാം കേട്ടോ. ഇതൊന്നുകൂടെ വായിച്ചു നോക്കാം. पर फडकाकर नीचे आकर दाना गाने वाली चिड़िया, दाना गाकर पर फडकाकर जड़ उड़ जाने वाली चिड़िया. ഇനി അടുത്ത നോക്കാം. इस डाली से उस डाली पर, इस डाली से उस डाली पर, ईसा इस डाली डाली से, ऊ सा വരുമ്പോ उस, डाली डाली पर, इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया, उड़ उड़ जाने वाली चिड़िया. इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया. लाख बुलाऊं बुलाऊं बुलाऊं, लाख बुलाऊं, लेकिन लेकिन मेरे मेरे, लाख बुलाऊं लेकिन मेरे, लाख बुलाऊं लेकिन मेरे. पा പിന്നെ സാ, പാസ്, ന ആനെ ആനെ, വാലി വാലി, ചിടിയ ചിടിയ. പാസ് ന ആനെ വാലി ചിടിയ, പാസ് ന ആനെ വാലി ചിടിയ. ഈ 4 വരി ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഇസ് ഡാലി സേ ഉസ് ഡാലി पर उड़ उड़ जाने वाली चिड़िया, लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ആണ്. നീലേ നീലേ, നീനാന്ന് എഴുതിയിട്ട് ഈ എന്ന ചിഹ്നമാണ് വെച്ചിരിക്കുന്നത്. ലാ എന്ന് എഴുതിയിട്ട് എയുടെ ചിഹ്നമാണ് വെച്ചത് അല്ലേ. നമ്മൾ 20 days ചലഞ്ച് ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഏൻ്റെ ചിഹ്നം, എ ചിഹ്നം, അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു വര, ഒരു വര എ ചിഹ്നം, ഒരു വര എ ചിഹ്നം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു വര എ ചിഹ്നമാണ്. അതുപോലെ തന്നെ അക്ഷരത്തിന് മുകളിൽ 2 വരയുണ്ടോ അത് ഐ ചിഹ്നം, അക്ഷരത്തിന് മുകളിൽ 2 വര ഐ ചിഹ്നം. എ ചിഹ്നത്തിന് 1 വര, ഐ ചിഹ്നത്തിന് 2 വര അല്ലേ. അപ്പൊ നമ്മളിതിൽ എന്താണ്, നീലേ നീലേ എന്നുള്ളത് എ ചിഹ്നമാണ്. നീലേ. ആസമാൻ ആസമാൻ, സേ സേ, ഊതരി ഉദരി, നീലി നീലി, ഏക്ക് ഏക്ക്, നിരാലി നിരാലി, ചിടിയ ചിടിയ. नीले आसमान से उदरी, नीली एक निराली चिड़िया. अर्थ नोക്കാം. गाती गाती,
उड़ने उड़ने, वाली वाली, चिड़िया चिड़िया, गाती उड़ने वाली चिड़िया। उड़ती, गाने वाली चिड़िया, उड़ती गाने वाली चिड़िया। ഓക്കെ, ഒന്നുകൂടെ നോക്കാം. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. അത്രയാണ് നമ്മുടെ ഈ കവിത ഉള്ളത്. ബാക്കി പിന്നെ താഴോട്ടേക്ക് വരുന്നതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കവിത ആദ്യം മുതൽ അവസാനം വരെ ഒന്നുകൂടെ വായിച്ചു നോക്കാം. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. इस फुनगी से उस फुनगी पर, इस फुनगी से उस फुनगी पर, उड़कर जाने वाली चिड़िया, उड़कर जाने वाली चिड़िया. इन पत्तों में उन पत्तों में, इन पत्तों में उन पत्तों में, चिपकर गाने वाली चिड़िया, चिपकर गाने वाली चिड़िया. इस फुनगी से उस फुनगी पर, उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में, चिपकर गाने वाली चिड़िया. पर फड़काकर नीचे आकर, दाने गाने वाली चिड़िया, दाने गाने वाली चिड़िया, दाना गाकर पर फड़काकर, दाना गाकर पर फड़काकर, जड़ उड़ जाने वाली चिड़िया, जड़ उड़ जाने वाली चिड़िया. पर फड़काकर नीचे आकर, दाना गाने वाली चिड़िया, दाना गाने वाली चिड़िया, दाना गाकर पर फड़काकर, जड़ उड़ जाने वाली चिड़िया. इस डाली से उस डाली पर, इस डाली से उस डाली पर, उड़ उड़ जाने वाली चिड़िया, उड़ उड़ जाने वाली चिड़िया. लाख बुलाओ लेकिन मेरे, लाख बुलाओ लेकिन मेरे, पास न आने वाली चिड़िया, पास न आने वाली चिड़िया. इस डाली से उस डाली पर, उड़ उड़ जाने वाली चिड़िया, लाख बुलाओ लेकिन मेरे, पास न आने वाली चिड़िया, पास न आने वाली चिड़िया. नीले आसमान से उतरी नीली एक निराली चिड़िया, नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ കവിതയുള്ളത്. നമ്മുടെ കവിതയുടെ പേരെന്തായിരുന്നു? നീലി ചിടിയ എന്നായിരുന്നു നമ്മുടെ കവിതയുടെ പേര്. അപ്പം എല്ലാവരും ആദ്യം തന്നെ ഈ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ ചൊല്ലി പഠിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ചൊല്ലിയിട്ട് പഠിക്കുക. കാരണം നിങ്ങൾക്കതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കവിത നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് ചെയ്യാനായിട്ട് പറ്റും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ മീനിങ്ങും അതുപോലെ തന്നെ കവിതയുടെ ആശയങ്ങളും വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കവിത വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ.